എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം പനീറാണ്. പനീർ കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് 2 സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് കൂടാതെ മസാലയായിട്ട് നമുക്ക് വേണ്ടത് ഒരു നുള്ളു പെരിഞ്ജീരകം, ഒരു നുള്ളു നമ്മുടെ ചെറിയ ജീരകം, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇത്രയുമാണ്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ അത് ലഭ്യമല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പൊടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ദെൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഐറ്റങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബട്ടർ മെൽറ്റായി വരണം. നമുക്കറിയാം പനീർ എന്ന് പറയുന്നത് വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. തന്നെയുമല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ പനീർ കൊണ്ട് നമുക്ക് പനീർ മസാല, പനീർ ടിക്ക, ഇങ്ങനെ പല വിഭവങ്ങൾ ഉണ്ടാക്കാം. അടുത്ത വീഡിയോ ഞാൻ പനീർ ടിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടത്തെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്യേണ്ടവർക്ക് ഈ സവോള ഇടുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടി വഴറ്റാൻ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് എടുത്തിട്ടില്ല, കാരണം ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യുന്നതുകൊണ്ട് പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പച്ചമുളക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. ഈ സവോളയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. പറഞ്ഞല്ലോ, അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് എൻ്റെ. 10 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. സവോള ഇങ്ങനെ തന്നെ അരിയണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വഴറ്റിയെടുക്കാൻ പാകത്തിന് എന്നുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം. കാരണം നമുക്ക് ഇതെന്താണ് ഈ മസാല, തക്കാളി എല്ലാം കൂടി വഴറ്റിയിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ് മിക്സിയിൽ. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ അരിയണം എന്നൊന്നും നിർബന്ധമില്ല. നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ജീരകം, പെരുംജീരകം, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇത്ര ഐറ്റങ്ങളും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബട്ടർ സോൾട്ട് കണ്ടന്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്ന ബട്ടറിന് സോൾട്ട് കണ്ടന്റ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതിനും കൂടെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാമല്ലോ, സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ സവോള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴന്ന് വരണം. വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച കുത്തൽമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മസാലയുടെ ചൂട് ആറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് വരുവായിട്ട് അരച്ചെടുക്കാൻ. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ പാൻ വെക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എൻ്റെ ഒരു പച്ചപ്പ് പോകുന്ന പോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മറിച്ചെടുത്താൽ മതി. ഇപ്പം ചെറിയൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മുടെ ഈ പനീർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പനീർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ് പനീറാണ്. ഇനി പനീർ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തൊരു വിഷമിക്കേണ്ട, ഇപ്പോൾ മാർക്കറ്റിൽ പനീർ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അതിങ്ങനെ ടേസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും. നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന മസാല
മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. നമുക്കറിയാമല്ലോ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് നമ്മൾ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കാതെ അരച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പനീർ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഡീപ് റോസ്റ്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പം വലിയ കളർ മാറ്റമൊന്നും ഇല്ല. ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം എടുത്ത ആ പാത്രം തന്നെ എടുത്താലും മതി, കാരണം അതിൻ്റെ അടി ബട്ടറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ആ പാത്രം തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആ പാത്രം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ മുമ്പേ ആഡ് ചെയ്തതുപോലെ ഒരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്യും. ബട്ടർ ഇച്ചിരി അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന മസാല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മസാല നമ്മുടെ ഈ ബട്ടറിനകത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. മസാല നമ്മൾ ഈ ബട്ടറിനകത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞ് ഏകദേശം പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരും. ആ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ആ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ അരപ്പ് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒത്തിരി നീണ്ടു പോകരുത്, നല്ല തിക്ക് ബാറ്ററായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. നന്നായി ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കിത് ഒത്തിരി നീണ്ട ഒരു ഗ്രേവി ആയിട്ടല്ല വേണ്ടത്, അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന കപ്പിന് വ്യത്യാസം കാണും. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഗ്രേവിയുടെ ഒരു പരുവം നോക്കിയിട്ട് മാത്രം പിന്നീട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്, കാരണം അതിൽ നന്നായിട്ട് അരപ്പ് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി പനീറിൽ അല്ല, ഇപ്പം ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം എനിക്കൊരു ഇത്രയും കൂടി വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുറുകിയ ഗ്രേവി ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. പനീർ വേകാൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. നമുക്കിതൊരു കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച്
തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തണ്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അധികം സ്പൈസി അല്ല, എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.